ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. യൂറിക് ആസിഡ് എന്നത് ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു മെറ്റബോളൈറ്റ് അഥവാ ബ്രേക്ക് ഡൗൺ ആൻഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കകത്തിരിക്കുന്ന ജനിതക മെറ്റീരിയൽസ് ലൈക്ക് DNA, RNA ഇവയെ പ്യൂരിൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്യൂരിൻസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉണ്ടാകുന്ന മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ശരീരത്തിൽ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കോശങ്ങൾ നശിക്കുന്നുണ്ട്. ഈ നശിക്കുന്ന കോശങ്ങളുടെ DNA, RNA ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈം യൂറിക് ആസിഡ് ഉണ്ടാവാം. ഇതിനെ ബോഡി പ്യൂരിൻസ് എന്ന് വിളിക്കുന്നു. ഭക്ഷണത്തിൽ നിന്നും പ്യൂരിൻസ് കിട്ടാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, പ്രത്യേകിച്ച് സെല്ലുലാർ ഫുഡ്സിൽ പ്യൂരിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഡയറ്ററി പ്യൂരിൻസ് എന്നും വിളിക്കുന്നു. ഇതിലും യൂറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. പഠനങ്ങൾ പറയുന്നത് 3/4 പ്യൂരിൻസ് വരുന്നത് ബോഡിയിൽ നിന്നും 1/4 വരുന്നത് ഡയറ്റിൽ നിന്നും എന്നതാണ്. ഫ്രക്ടോസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫ്രൂട്ട്സിലാണ്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റായി യൂറിക് ആസിഡ് ഉണ്ടാകുന്നു. എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് യൂറിക് ആസിഡ് ഇൻ ബോഡി ഒന്ന് നോക്കാം. പുരുഷന്മാരിൽ ഇത് 7.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററും സ്ത്രീകളിൽ 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററുമാണ്. യൂറിക് ആസിഡ് നോർമൽ ലെവലിൽ നിന്നും കൂടുന്ന കണ്ടീഷനെ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നു. ഇങ്ങനെ ഹൈ ലെവൽ ഓഫ് യൂറിക് ആസിഡ് ജോയിൻസിൽ ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് സിംറ്റംസ് നോക്കാം. പെട്ടെന്നുള്ള കഠിനമായ വേദന, സാധാരണയായി ബിഗ് ടോ അല്ലെങ്കിൽ പെരിവിരലിന്റെ ജോയിൻസിൽ അഥവാ മെറ്റാടാർസോഫലാഞ്ചൽ ജോയിൻസിൽ പെട്ടെന്ന് രാത്രിയോ അതിരാവിലെയോ രൂപപ്പെടും. എന്നാൽ ഇത് നീ ജോയിൻസ്, ആങ്കിൾ ജോയിൻസ്, എൽബോ ജോയിൻസ്, വിരലുകൾ എന്നിവയും ബാധിക്കാം. അതുപോലെ ജോയിൻസിൽ റെഡിഷ് ഡിസ്കളറേഷൻ, സ്വെല്ലിംഗ് എന്നിവ രൂപപ്പെടാം. ഇത് നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പെട്ടെന്ന് തന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു പെരുവിരലിൽ നന്നായിട്ടുള്ള വേദന ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ ചില ആളുകൾക്ക് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നോർമൽ ലെവലിൽ നിന്നും കുറച്ച് എലിവേറ്റഡ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ് ബേണിംഗ് സെൻസേഷൻ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കൊണ്ട് ഉരസുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷനും പെയിനൊക്കെ ഉണ്ടാവാം. ഇത് പെട്ടെന്ന് തന്നെ ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ചികിത്സിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ജോയിൻസിൻ്റെ അകത്ത് ടോഫി പോലെയുള്ള മുഴകൾ രൂപപ്പെടാം. സിവിയർ ആവുകയാണെങ്കിൽ ജോയിൻറ്റിൽ ഡാമേജസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. യൂറിക് ആസിഡ് ലെവൽ നോർമൽ ലെവലിൽ നിന്നും കൂടുന്ന സമയത്ത് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് പോലെ തന്നെ അടുത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺസ് ആണ്. മറ്റു മാമൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 5 ഇരട്ടിയോളം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിന്റെ കാരണം യൂറിക് ആസിഡ് വേണമെങ്കിൽ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈന്യൂട്ട് പാർട്ടിക്കിൾ ആക്കി ശരീരത്തിന് പുറത്തുവിടാം. പക്ഷേ യൂറിക് ആസിഡ് ആയിട്ട് തന്നെ റീറ്റൈൻ ആക്കാനുള്ള പ്രധാന കാരണം എന്നത് ഇത് ബ്രേക്ക് ഡൗൺ ആക്കാനുള്ള എൻസൈം അഥവാ യൂറിക്കേസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല. അതുപോലെ തന്നെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളിൽ പൊതുവെ യൂറിക് ആസിഡ് ലെവൽ എലിവേറ്റഡ് ആയിരിക്കും. ഇത്തരം ആളുകളിൽ യൂറിക് ആസിഡ് കുറയുമ്പോൾ BP-യും കുറയുന്നതായി കാണാം. BP മെഡിസിൻ ഒക്കെ നൽകുന്നതിന് മുന്നേ യൂറിക് ആസിഡ് ലെവൽ പരിശോധിക്കുകയും അഥവാ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ കൊടുക്കുന്നതിനൊപ്പം രക്തസമ്മർദ്ദത്തിനുള്ള മെഡിസിൻ ഒഴിവാക്കാൻ പറ്റുമെന്നും ചില പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഡയബറ്റീസ്, ഒബിസിറ്റി, ഡിസ്ലിപ്പിഡിമിയ, ന്യൂറോജനിക് ഡിസോർഡേഴ്സ് ലൈക്ക് ആൽഷിമേഴ്സ്, ഡിമെൻഷ്യ, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ്, ഇത്തരം രോഗങ്ങൾക്കും യൂറിക് ആസിഡുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ ADHD അഥവാ ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്കും യൂറിക് ആസിഡ് ലെവൽ വേരിയേഷൻ കാണിക്കാറുണ്ട്. ഇതും നമ്മൾക്കൊരു പുതിയ അറിവായിരിക്കും. ഇതേപോലെ തന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷനിലും ബ്രെയിൻ റിലേറ്റഡ് ഡിസ്ഫങ്ഷനിലും യൂറിക് ആസിഡ് ഒരുപാട് റിലേറ്റഡ് ആണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് നൈട്രിക് ഓക്സൈഡ്. പലപ്പോഴും യൂറിക് ആസിഡ് ലെവൽ നൈട്രിക് ഓക്സൈഡ് ലെവലിനെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. യൂറിക് ആസിഡ് ലെവൽ ലബോറട്ടറിയിൽ നിന്നും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ പോലെ തന്നെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാൻ ഹോം ബേസ്ഡ് മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്.
പുരുഷന്മാരിൽ യൂറിക് ആസിഡ് ലെവൽ 7.2 അതേപോലെ സ്ത്രീകളിൽ 6 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിഫറൻസിന്റെ പ്രധാന കാരണം എന്നത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രസൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഏജ് കൂടുന്തോറും യൂറിക് ആസിഡിന്റെ അളവ് കൂടാനും ചാൻസ് ഉണ്ട്. പോസ്റ്റ് മെനോപോസൽ സ്റ്റേജിൽ ഈസ്ട്രോജന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ അളവ് അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും യൂറിക് ആസിഡ് കൂടാം. നാച്ചുറൽ ആയിട്ട് തന്നെ യൂറിക് ആസിഡിന്റെ അളവിൽ ഉണ്ടാകുന്ന കുറച്ച് വേരിയേഷൻസിന്റെ കാരണങ്ങളായിരുന്നു ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഫുഡ് ഹാബിറ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് യൂറിക് ആസിഡിന്റെ ലെവലിൽ മാറ്റം വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണം ലൈക്ക് ഫ്രൂട്ട്സ്, പഞ്ചസാര, അതുപോലെ ഫ്രക്ടോസ് സിറപ്പ് പോലെയുള്ളവ നന്നായിട്ട് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കഡ് ഫുഡ്സ് ലൈക്ക് കച്ചപ്പ്, കേക്ക്, ഇതിലൊക്കെ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രക്ടോസ് സിറപ്പ് പോലുള്ളവ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കഴിവതും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് വൺ, പ്യൂരിൻസ് അടങ്ങിയിരിക്കുന്ന ഫുഡ് കുറയ്ക്കുക. പ്രധാനമായും സെല്ലുലാർ ഫുഡ്, അതിൽ കരൾ, കിഡ്നി, റെഡ് മീറ്റ് എന്നിവ കുറയ്ക്കുക. ഫിഷസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും പ്യൂരിൻസ് അടങ്ങിയിരിക്കുന്നത് മത്തി, നെത്തോലി, കൊഴുവ എന്നിവയിലാണ്. അതുപോലെ തന്നെ ഷെൽ ഫിഷും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഞണ്ട്, കക്ക, ചെമ്മീൻ, കല്ലുമ്മക്കായ മുതലായവ ഒഴിവാക്കുക. അടുത്തത് ലിക്വിഡ്സിനെ കൊണ്ടാണ് പറയുന്നത്. ബിയർ, ആൽക്കഹോൾ എന്നിവ റിച്ച് ഇൻ പ്യൂരിൻസ് ആണ്. വൈൻ വലിയ പ്രശ്നക്കാരനല്ല. ബീറിൽ അടങ്ങിയിരിക്കുന്ന പ്യൂരിൻസ് യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷനെ കൂട്ടുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന എക്സസീവ് ആയിട്ടുള്ള യൂറിക് ആസിഡ് എക്സസീവ് ആയിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യുകയും അങ്ങനെ ഒബിസിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്യൂരിൻസ് ആൻഡ് ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്ന ഫുഡ് നന്നായിട്ട് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ അളവിനെ കുറക്കുന്ന രീതിയിലുള്ള ഫുഡ് നമ്മുടെ ഡെയിലി റൊട്ടീനകത്ത് ആഡ് ആക്കുക. അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ലെമൺ, ഓറഞ്ച്, ചെറി, മൊസമ്പി പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഇവയ്ക്ക് യൂറിക് ആസിഡിന്റെ അളവിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ക്രൂസിഫോം വെജിറ്റബിൾസ് ലൈക്ക് കേബേജസ്, കോളിഫ്ലവർ, ബ്രക്കോളി എന്നിവയിലുള്ള ചില കണ്ടൻസ് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ റെഡ് ഓണിയനും ഗുഡ് ഓപ്ഷനാണ്. അതുമാത്രമല്ലാതെ വാട്ടർ നന്നായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും യൂറിക് ആസിഡിന്റെ ലെവൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറുടെ സഹായം തേടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.